ഇതുവരെ നടന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിന്റെ മിനിസ്ട്രികൾ നമുക്ക് ആർക്കും തന്നിട്ടില്ല. എവിടെ ഞങ്ങൾക്ക് ആർക്കും കിട്ടില്ല. ഒരു കൗൺസിലിന്റെ ഉത്തരവാദിത്തം ഒരു കൗൺസിൽ ഉണ്ടെങ്കിൽ പരിശോധിക്കാം. ഹരികുമാർ കഴിഞ്ഞ 5 വർഷം എനിക്ക് മെഡിസിൻ ടോപ്പ് കിട്ടിയിട്ടില്ല. ഞാൻ ചോദിച്ചിട്ടും അല്ല എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ വിവരാവകാശം അനുസരിച്ച് കൊടുത്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം മേരി പുഷ്പത്തിന് എത്ര പ്രാവശ്യം കിട്ടിയെന്ന് ചോദിക്കാം. ഇവിടെ അവർ എത്ര പ്രാവശ്യം ഇവിടെ ചോദിച്ചു? 24-25 ആനുകൂല്യങ്ങൾ പോലും നാളിതുവരെ കൊടുത്തിട്ടില്ല ഒരു ഗുണഭോക്താക്കൾക്കും. ജനപ്രതിനിധിയായി വന്നവർക്ക് ആകെ തന്നെ അതിന്റെ കാരണം പറയാം. LDF സർക്കാർ പ്ലാൻ ഫണ്ടിന്റെ അവസാന സർക്കാരിന്റെ പഴിചാരി പോകാൻ പറ്റില്ല സാർ. ഞാൻ പറഞ്ഞു 24-25 കാലാംശം ഈ നഗരസഭ ഭരിച്ചത് ആരാണ്? എന്റെ ചോദ്യമാണ്. ആരാണ്? ഞങ്ങളല്ല. നിങ്ങളാണ് ഉത്തരവാദി. ഞങ്ങളല്ല. ചാത്ത പിള്ളേരെ ജാതകം നോക്കുന്ന പാർട്ടി. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിൽ ഇന്ന് അടിയന്തര കൗൺസിൽ യോഗം ചേർന്നിരിക്കുകയാണ്. ഒരു കെട്ട് അജണ്ടയാണ് സത്യത്തിൽ കൗൺസിലർമാരുടെ മുൻപിലേക്ക് നഗരസഭ വെച്ചിരിക്കുന്നത്. ഇത് മുൻപേ നൽകിക്കൂടെ എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ കോൺഗ്രസ് കൗൺസിലർമാർ ഉൾപ്പെടെ ഉയർത്തിയിരുന്നു. എന്തായാലും ഈ ഒരു അജണ്ട നിലവിലിപ്പോൾ പാസ്സായിരിക്കുകയാണ്. അജണ്ട ഇതിൻ്റെ ഇന്നലെ രാത്രിയാണ് കിട്ടിയത്. ഇന്ന് രാവിലെ അവിടെ പ്രോഗ്രാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വായിച്ചു നോക്കാതെ ഒന്നും പറയാൻ കഴിയില്ല എന്നുള്ള ഒന്നാമത്തെ കാര്യം. അത് പറയാൻ വേണ്ടി പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാണ്. രണ്ടാമത്, നിയമവിരുദ്ധമായി ഇവിടെ നടക്കുന്ന പ്രക്രിയ അത് പൂർണ്ണമായി അവസാനിപ്പിക്കണമെന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. സുഗതൻ ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് ലീവ് കൊടുക്കാൻ കഴിയില്ല. ഈ വിഷയത്തിൽ അത് അതിനെ സംബന്ധിച്ചിടത്തോളം അജണ്ട ഇവിടെ മേയർ ആദ്യം പറഞ്ഞ അജണ്ട, അതായത് UDF പാർലമെന്ററി പാർട്ടി ലീഡർ മേരി പുഷ്പം ഉന്നയിച്ച വിഷയത്തിൽ ചെയറിൽ നിന്ന് ഒരു മറുപടി പറയാനുണ്ട്. അതായത് നമുക്ക് 207 കോടി രൂപ പ്ലാൻ ഫണ്ട് ലഭിച്ചുകൊണ്ടിരുന്നത് മേരി പുഷ്പം 36 കോടി രൂപയായി കുറഞ്ഞു. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ചെറിയ വ്യത്യാസം വരുത്തേണ്ടി വന്നത്. ഇനി ഫിനാൻസ് കമ്മീഷന്റെ ഗ്രാന്റ് വരുന്നുണ്ട്. അതിൻ്റെ ഒരു മാനദണ്ഡം സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംസ്ഥാന സർക്കാരിൻ്റെ അതിലെ ഗൈഡ് ലൈൻ വന്നിട്ടില്ല. ഗൈഡ് ലൈൻ വരുന്ന സാഹചര്യത്തിൽ നമുക്കതിൽ വ്യത്യാസം വരുത്താൻ സാധിക്കും. പരമാവധി ഉൾപ്പെടുത്താൻ പറ്റുന്ന പ്രോജക്റ്റുകൾ ഉൾപ്പെടുത്താം. കർമ്മനേതൃത്വം സാർ, ഇത് ഉപേക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഈ വർഷത്തെ പ്രോജക്റ്റിൽ വച്ചിട്ടുണ്ട് സാർ. ഈ വർഷത്തെ പ്രോജക്റ്റിലുണ്ട്. ഫിനാൻസ് കമ്മീഷന്റെ ഗൈഡ് ലൈൻ വരുന്നതോടുകൂടി നമുക്ക് കൂടുതൽ വ്യക്തത വരും. അപ്പോ വേറെ ആർക്കെങ്കിലും അജണ്ടയിൽ തമ്പാനൂർ ഹരികുമാർ ഹലോ തരാം സാർ. തമ്പാനൂർ ഹരികുമാർ ഇപ്പം മാസത്തിൽ ഒരു കൗൺസിലാണ് ഇപ്പം കൂടുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഒരു അജണ്ട ഒരു കെട്ട് നമുക്ക് കൊണ്ടുവന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇതും അതുപോലെ ഇപ്പം കൊണ്ട് തന്നിരിക്കുന്നു. ഇതൊന്ന് വായിച്ചു നോക്കാതെ ഇതെങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുക? അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ 6-7 മാസക്കാലമായി ഇതുവരെ നടന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിന്റെ മിനിസ്ട്രികൾ നമുക്ക് ആർക്കും തന്നിട്ടില്ല. എന്ത് നടന്നു, എന്ത് എവിടെ ചെയ്തു എന്നൊന്നും നമുക്ക് അറിയാൻ കഴിയില്ല. അപേക്ഷ കൊടുക്കണ്ട സാർ. നിയമപരമായി എല്ലാ കൗൺസിലും ഞാൻ പറയട്ടെ അവിടെ അന്വേഷിച്ചോ? എവിടെ സാർ? അവിടെ അന്വേഷിച്ചവർക്ക് കൊടുത്തു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഞങ്ങൾക്ക് ആർക്കും കിട്ടില്ല. ഒരു കൗൺസിലിന്റെ ഉത്തരവാദിത്തം ഒരു കൗൺസിൽ ഉണ്ടെങ്കിൽ പരിശോധിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ മിനിസ്ട്രിന്റെ കോപ്പി കൊടുത്തിട്ടുണ്ട്. ഉണ്ടെങ്കിൽ പരിശോധിക്കാം. കോപ്പി കിട്ടിയിട്ടില്ല. കഴിഞ്ഞ കാലങ്ങളിൽ പരിശോധിക്കണം. അതുപോലെ തന്നെ ഹരികുമാർ കഴിഞ്ഞ 5 വർഷം എനിക്ക് മെഡിസിൻ ടോപ്പ് കിട്ടിയിട്ടില്ല. ഞാൻ ചോദിച്ചിട്ടും അല്ല എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു കൗൺസിലിന്റെ അവകാശം ഞാൻ 5 വർഷവും ചോദിച്ചിട്ടുണ്ട്. ഒരു കൗൺസിലിന്റെ കൈ അടിച്ചിരുന്ന കാര്യമല്ല. ഒരു കൗൺസിലിന്റെ നോക്കാം പരിശോധിക്കാം. ഞാൻ വിവരാവകാശം അനുസരിച്ച് കൊടുത്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം മേരി പുഷ്പത്തിന് എത്ര പ്രാവശ്യം കിട്ടിയെന്ന് ചോദിക്കാം. ഇവിടെ അവർ എത്ര പ്രാവശ്യം ഇവിടെ ചോദിച്ചു? എത്ര പ്രാവശ്യം ചോദിച്ചു? 5 വർഷവും മേരി പുഷ്പം ചോദിച്ചില്ലെന്ന് മേരി പുഷ്പം പറയട്ടെ. ഇല്ല എന്ന് മേരി പുഷ്പം പറയട്ടെ. അന്ന് കിട്ടിയില്ലല്ലോ. ഞങ്ങൾക്കാർക്കും കിട്ടിയിട്ടില്ല. ഇനി ഷാജിദ് നാസറിന്റെ മൈക്ക് കൊടുക്കൂ. ഷാജിദ് നാസർ ഹരികുമാറിന്റെ ഓഫീസ്. സാർ, എനിക്ക് പറയാനുള്ളത് സാറിനെ പോലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധിയാണ് ഞങ്ങളും.
ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ പറയാൻ കഴിയുള്ളൂ. പറയണം. ഒരു കൗൺസിൽ തുടങ്ങുമ്പോൾ ഏതെങ്കിലും കുറെ അജണ്ട കൊണ്ടുവന്നിട്ട് ഒറ്റയടിക്ക് പാസ്സാക്കി കൊണ്ട് പോകുന്നതല്ല ശരി. കൗൺസിൽ പറയണം. ബഹുമാന്യനായ മേയർക്ക് മിനിറ്റ്സ് കിട്ടിയില്ല എന്ന് പറഞ്ഞു. കഴിഞ്ഞ കൗൺസിൽ പീരീഡ് മേയർ പരിശോധിക്കുന്ന ഏതെങ്കിലും കൗൺസിലിൽ മേയർ ഇരുന്നിട്ടുണ്ടോ? മേയർ 3 കൗൺസിൽ വരുമ്പോൾ ഒപ്പിടുന്ന പോകുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ രണ്ടാമത്തെ വിഷയം പാർലമെന്ററി പാർട്ടി കൂടുമല്ലോ. ഞാൻ പറഞ്ഞോട്ടെ, ദീപക് പറയട്ടെ. ഇല്ല എന്ന് ദീപക് പറയട്ടെ. നമുക്ക് ദീപക്കിനല്ലേ, ദീപക്കിന് കൊടുത്തിട്ടുണ്ട്. ഇല്ല എന്ന് ദീപക് പറയട്ടെ. സാർ ഞാൻ പറഞ്ഞോട്ടെ, അതിനിടയിൽ എന്തിനാണ് കിട്ടിയില്ലെങ്കിൽ പരിശോധിക്കാം. സാർ ഞാൻ പറയട്ടെ. സാർ ഇവിടെ ഇപ്പൊ സപ്ലിമെന്ററി അജണ്ട പാസ്സാക്കി. സാർ ഒന്ന് മനസ്സിലാക്കണം, പാസ്സാക്കുമല്ലോ, നിങ്ങൾ പാസ്സാക്കുമല്ലോ, സ്വാഭാവികം. 24-25 ആനുകൂല്യങ്ങൾ പോലും നാളിതുവരെ കൊടുത്തിട്ടില്ല ഒരു ഗുണഭോക്താക്കൾക്കും. ജനപ്രതിനിധിയായി വന്നവർക്ക് ആകെ തന്നെ ഇപ്പൊ വലിയ കാരണം പറയാം. LDF സർക്കാർ പ്ലാൻ ഫണ്ടിന്റെ അവസാന ഗഡു തന്നിരുന്നില്ല. സർക്കാരിന്റെ ഒന്നും പഴിചാരി പോകാൻ പറ്റില്ല സാർ. സാർ ഓൺ ഫണ്ട് ഉണ്ടല്ലോ, അത് ചെലവാക്കാത്തത് സാധാരണക്കാരായ ജനങ്ങൾക്ക് കൊടുക്കാനല്ലേ അവര് നികുതി പണം തരുന്നത് സാർ. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ടിൽ കൊടുത്തിട്ടില്ല. അങ്ങനെ പരിശോധിക്കപ്പെടുമ്പോ ഒരു ആനുകൂല്യങ്ങളും കൊടുത്തിട്ടില്ല. കഴിഞ്ഞ 8 മാസക്കാലം ജനപ്രതിനിധിയായി ഞാൻ പറഞ്ഞു 24-25 കാലാംശം ഈ നഗരസഭ ഭരിച്ചത് ആരാണ്? എന്റെ ചോദ്യമാണ്. ഞങ്ങളല്ല. 24-25 ഭരിച്ചത് നിങ്ങളാണ്. ഞങ്ങൾ കൊടുത്തതിന്റെ ബാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. ഞങ്ങൾ കൊടുത്തതിന്റെ ബാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. അത് നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ കൊടുക്കണം. ഒരു വർഷമല്ല, കഴിഞ്ഞ 45 വർഷം ഭരിച്ചത് ഇവരാണ്. ഞങ്ങൾ ഭരിച്ചപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ബാബു. ഇല്ലെന്ന് പറയട്ടെ ബാബു. അവർക്ക് കിട്ടിയിട്ടുണ്ട് ആനുകൂല്യം. ഇതുപോലെ 8 മാസക്കാലം ഒന്നും നടക്കാത്ത നഗരസഭയായിട്ട് ഒന്നും വന്നിട്ടില്ല. അന്നത്തെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനല്ലേ? നടന്നിട്ടില്ല. ഇല്ല എന്ന് പറഞ്ഞു. ഒന്നും നടക്കാത്തത് നിങ്ങളുടെ കാലഘട്ടത്തിൽ. നിങ്ങളുടെ കാലഘട്ടത്തിലാണ് ഒന്നും നടക്കാത്തത്. ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ 6 മാസമേ ആയിട്ടുള്ളൂ. ഞങ്ങൾ 6 മാസമായി ഒന്നും നടക്കാത്തത് 24-25 നിങ്ങളുടെ കാലഘട്ടത്തിലാണ്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ ഷാജിദ നാസറിന്റെ കാലഘട്ടത്തിലാണ്. കൊടുത്തിട്ട് 2ാം ഗഡു കൊടുത്തില്ല. നിങ്ങളാണ് ഉത്തരവാദി. ഞങ്ങളല്ല. ചത്ത പിള്ളേരെ ജാതകം നോക്കുന്ന പാർട്ടി. 1ാം ഗഡു കൊടുത്ത് 25-26 2ാം ഗഡു കൊടുക്കാനാണ് പറയുന്നത്. അല്ലാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ നിന്നല്ല കൊടുക്കാൻ പറഞ്ഞത്, ആൾക്കാർക്ക് കൊടുക്കാനാണ് പറയുന്നത്. 2 അറിയിപ്പൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് കേൾക്കണം. അജണ്ടയിൽ പറഞ്ഞ വിഷയങ്ങൾ കാര്യമായ ചർച്ച നടന്നു. ഈ അജണ്ട എല്ലാം പാസ്സാക്കിയിരിക്കുകയാണ്. ഇനി 2 കാര്യങ്ങൾ. ഒന്ന് ഈ കാര്യം ശ്രദ്ധിക്കൂ. അതായത് 21-ാം തീയതി രാവിലെ 10 മണി മുതൽ കോർപ്പറേഷൻ അങ്കണത്തിൽ വച്ച് കോർപ്പറേഷന്റെ ഓണാഘോഷ പരിപാടി സംഘടിപ്പിക്കുകയാണ്. എല്ലാ കൗൺസിലർമാരെയും മാധ്യമപ്രവർത്തകരെയും ജീവനക്കാരെയും ഇതിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നിങ്ങൾക്ക് അറിയിപ്പ് ലഭിക്കും 21-ാം തീയതി രാവിലെ 10 മണി മുതൽ. അതോടൊപ്പം തന്നെ 20-ന് സമീപമുള്ള സെന്റ് ജോസഫ് സ്കൂളിൽ വെച്ച് നമ്മുടെ മുഴുവൻ ജീവനക്കാർക്കും അതുപോലെ മുഴുവൻ കൗൺസിലർമാർക്കും മേയർ കെയർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓണക്കോടിയും ഓണക്കിറ്റ് നൽകുകയാണ്. എല്ലാവരെയും രാവിലെ 8 മണിക്ക് അത് ആരംഭിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. തൊഴിൽ മുടങ്ങാതിരിക്കാൻ വേണ്ടി 8 മണിക്ക് ആരംഭിച്ച് 10 മണിക്ക് അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. മുഴുവൻ കൗൺസിലർമാരും ജീവനക്കാരും അവിടെ എത്തി ഓണക്കോടി വാങ്ങണം. സന്തോഷമായി നമുക്ക് ഒരുമിച്ച് ഓണം ആഘോഷിക്കാൻ സാധിക്കണം. ഓണക്കോടിയും ഓണക്കിറ്റും മേയർ കെയർ പദ്ധതി ഉൾപ്പെടുത്തി നൽകുകയാണ്. ഇന്നത്തെ കൗൺസിൽ യോഗം അവസാനിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം. എന്തായാലും വഞ്ചിയൂർ ബാബു അടക്കമുള്ള CPM-ന്റെ കൗൺസിലർമാർ ഈ ഒരു അജണ്ട അവതരിപ്പിക്കുന്ന വേളയിലും അജണ്ട പാസ്സാക്കുന്ന വേളയിലും പ്രധാനമായും ഉയർത്തിയത് വാഴോട്ടുകോണം വാർഡ് കൗൺസിലറായ സുഗതൻ്റെ ലീവ് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടാണ്. ഇതൊന്നും വകവയ്ക്കാതെ മേയർ വി വി രാജേഷ് ഈ ഒരു അജണ്ട അംഗീകരിക്കുകയായിരുന്നു, പാസ്സാക്കുകയായിരുന്നു. ഏറ്റവും അവസാനം ഓണപ്പരിപാടി നടക്കുന്നുണ്ട്. ആ ഒരു പരിപാടിയിലേക്ക് കൗൺസിലർമാരെയും ജീവനക്കാരെയും ക്ഷണിച്ചുകൊണ്ടാണ് കൗൺസിൽ യോഗം അവസാനിപ്പിച്ചത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.